മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് സൂപ്പർ താരം മോഹൻലാലും ഭാര്യ സുചിത്രയും. മോഹൻലാലിനെ കുറിച്ച് ഒരുപാട് ഗോസിപ്പുകൾ വരാറുണ്ടെങ്കിലും ഇതൊന്നും അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തെ ഒട്ടും തന്നെ ബാധിക്കാത്തതിന്റെ പ്രധാന കാരണം ഭാര്യ സുചിത്രയാണ്. അത്രയ്ക്കും ദൃഢമാണ് ഇരുവരുടെയും ദാമ്പത്യ ജീവിതം. അവരുടെ പ്രണയകഥ ഇങ്ങനെയായിരുന്നു. തമിഴിലെ പ്രമുഖ നിർമ്മാതാവും നടനുമായിരുന്ന കെ ബാലാജിയുടെ മകളാണ് സുചിത്ര. ഇരുവരുടെയും സിനിമയോടുള്ള ഇഷ്ടം തന്നെയാണ് രണ്ടുപേരെയും ഇഷ്ടത്തിലാക്കിയത്. സുചിത്ര ആദ്യമായി കണ്ട മോഹൻലാൽ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിരുന്നു. അതിൽ പ്രധാന വില്ലൻ വേഷം ചെയ്ത മോഹൻലാലിന്റെ ആ കഥാപാത്രത്തോട് സുചിത്രയ്ക്ക് എന്തെന്നില്ലാത്ത വെറുപ്പ് തോന്നി. മോഹൻലാലിന്റെ അഭിനയ മികവായിരുന്നു ആ വില്ലനെ വെറുക്കാനുള്ള കാരണമെന്ന് സുചിത്ര മനസ്സിലാക്കി. പിന്നീടുള്ള മോഹൻലാലിന്റെ സിനിമകൾ കണ്ട് സുചിത്രയ്ക്ക് മോഹൻലാലിനോട് വലിയ ആരാധന തോന്നി. മോഹൻലാലിന്റെ റൊമാൻറ്റിക് സിനിമകൾ കണ്ട സുചിത്രയ്ക്ക് അദ്ദേഹത്തിനോട് കടുത്ത പ്രണയം തോന്നി. പിന്നീട് സുചിത്ര മോഹൻലാലിന് കത്തുകൾ എഴുതി തുടങ്ങി. അങ്ങനെയിരിക്കെ സുചിത്രയുടെ ഒരു സുഹൃത്ത് വഴി അവർ മോഹൻലാലിനെ കാണാൻ ഇടയാവുകയും പരിചയപ്പെടുകയും ചെയ്തു. 1-2 കൂടിക്കാഴ്ച കഴിഞ്ഞപ്പോൾ മോഹൻലാലിനും സുചിത്രയോട് പ്രണയമായി. കുറച്ചുകാലം പ്രണയിച്ചു നടന്ന ശേഷം ഇരുവരും തങ്ങളുടെ ബന്ധത്തെപ്പറ്റി 2 വീടുകളിലും സംസാരിച്ചു. 2 കുടുംബത്തിനും അത് സമ്മതമായിരുന്നു. എന്നാൽ ജാതകം നോക്കിയപ്പോൾ ചേർച്ചയുണ്ടായിരുന്നില്ല. പക്ഷെ രണ്ടുപേരുടെയും ഇഷ്ടത്തിനു മുന്നിൽ വേണ്ട എന്ന് പറയാൻ കുടുംബങ്ങൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം വീണ്ടും ജാതകം നോക്കിയപ്പോൾ അതിൽ പൊരുത്തമുണ്ടാവുകയും ചെയ്തു. 2 കുടുംബങ്ങളുടെയും പൂർണ്ണ ഇഷ്ടപ്രകാരം കല്യാണം നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനെ 1988 ഏപ്രിൽ 28-ന് മോഹൻലാൽ സുചിത്രയുടെ കഴുത്തിൽ താലി ചാർത്തി. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരുപാട് പേർ പങ്കെടുത്ത ഒരു വലിയ വിവാഹമായിരുന്നു അത്. മോഹൻലാലിന്റെ തിരുവനന്തപുരം മുടവൻ മുകളിലെ വീട്ടിൽ വച്ചായിരുന്നു വിവാഹം. ഇരുവർക്കും 2 മക്കളാണുള്ളത്. മൂത്ത മകൻ മലയാളികൾക്കേറെ പ്രിയപ്പെട്ട നടൻ പ്രണവ് മോഹൻലാൽ, ഇളയ മകൾ എഴുത്തുകാരിയും അസിസ്റ്റന്റ് ഫിലിം ഡയറക്ടറുമായ വിസ്മയ. എല്ലാവർക്കും മാതൃകയായ ദമ്പതികളാണ് മോഹൻലാലും സുചിത്രയും.